രോഹിത് ശർമ്മയുടെ രാജകീയ തിരിച്ചുവരവിൽ മതിമറന്ന സന്തോഷത്തിലിരിക്കുകയാണ് ആരാധകർ. രോഹിത്തിനെ കുറിച്ച് എപ്പോഴൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വിരോധികൾ പോലും സമ്മതിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഫോമിൽ ബാറ്റ് ചെയ്യുന്ന രോഹിത്തിനെ തടയാൻ അല്ലെങ്കിൽ ജയിക്കാൻ ആർക്ക് പറ്റില്ല എന്നുള്ളത്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ 3 ഇരട്ട സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഏകതാരം ക്രീസിൽ ഉറച്ചാൽ ഒരു ശക്തിക്കും ജയിക്കാൻ സാധിക്കാത്ത ഒരു വൻമരമായി അയാൾ മാറും. ആ ബാറ്റിൽ നിന്ന് പിറക്കുന്ന സിക്സിനൊക്കെ മറ്റെന്തിനേക്കാളും ചന്തമുണ്ടാകും. എതിരാളികൾ വരെ ആ ചന്തം ആസ്വദിക്കുകയും ചെയ്യും. രോഹിത് ശർമ്മയെ പോലെ ഇത്ര എളുപ്പത്തിൽ സിക്സ് അടിക്കുന്ന താരം ഈ കലയിലെ ഒരു പിക്കാസോ തന്നെയാണ്. എന്നാൽ ഏറെ നാളുകളായി ആ ബാറ്റ് നിശബ്ദമായിരുന്നു. താൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിരുന്ന ജോലി അയാൾ മറന്നു പോയതുപോലെയായിരുന്നു ഓരോ കളിയും. അവസാനം കളിച്ച 15 മത്സരങ്ങളിൽ നിന്ന് 161 റൺസ് മാത്രം നേടിയ രോഹിത്തിന്റെ കാലം കഴിഞ്ഞു. ഇനിയെങ്കിലും ആ പണി അങ്ങ് നിർത്തിക്കോ എന്നൊക്കെ ആരാധകർ പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കടുത്ത ആരാധകർക്ക് മാത്രമല്ല, രോഹിത്തിന് തന്നെ സ്വന്തം ഫോമിൽ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ അവസാന മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായത്. എന്തായാലും ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ രോഹിത് ടീമിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇങ്ങനെ എത്ര നാൾ നാണം കെട്ട് നിൽക്കും എന്ന ചോദ്യം നിൽക്കുന്ന സമയത്താണ് ഇംഗ്ലണ്ട് പരമ്പര വരുന്നത്. ആദ്യ മത്സരത്തിൽ 2 റൺസ് മാത്രം എടുത്തു മടങ്ങിയ താരം രണ്ടാം മത്സരത്തിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യ ഓവറുകൾ മുതൽ ആക്രമിച്ചു കളിച്ച രോഹിത് താൻ എന്താണെന്നത് ക്രിക്കറ്റ് ലോകത്തിന് ഉറപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തന്റെ ഫോം പോയപ്പോൾ കളിയാക്കിയ ആരാധകർക്ക് മുന്നിൽ മികച്ച ഒരു അർദ്ധ സെഞ്ചുറി നേടി തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ച രോഹിത് ഫോമിന്റെ സൂചന കാണിച്ചിരിക്കുകയാണ്. 76 പന്തുകളിൽ നിന്നാണ് രോഹിത് രാജ്യാന്തര കരിയറിലെ 49ാം സെഞ്ചുറി സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ താരത്തിന്റെ 32ാം സെഞ്ചുറി കൂടിയാണിത്. 90 പന്തിൽ 119 റൺസ് എടുത്താണ് രോഹിത് പുറത്തായത്. ലിയാം ലിവിസ്റ്റണിന്റെ 30ാം ഓവറിലെ 4ാം പന്തിൽ രോഹിത്തിനെ ആദിൽ റാഷിദ് ക്യാച്ച് എടുത്താണ് പുറത്താക്കിയത്.